ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇനി നിലയ്ക്കാത്ത ഓർമ്മയും വെളിച്ചവും. കാലം ചെയ്ത് കാലാതീതനായി നിത്യതയുടെ ലോകത്തേക്ക് വാങ്ങിപ്പോയ എമിറേറ്റസ് പാപ്പ നമ്മെ നൊമ്പരപ്പെടുത്തി. അനുവാദമില്ലാത്തതിനാൽ മരണം വരെ നമ്മൾ അദ്ദേഹത്തെ ഭാഗ്യവാൻ എന്ന് വിളിച്ചില്ല. ഇനി വിളിക്കണം. നിത്യതയിലേക്ക് കൂടുമാറിയ ഭാഗ്യവാൻ. പുതിയ നൂറ്റാണ്ടുകൾക്ക് സ്വീകാര്യനോ എന്ന് പലരും സംശയിച്ച യാഥാസ്ഥിക ദൈവശാസ്ത്രജ്ഞൻ മുൻ കർദിനാൾ റാറ്റ്സിംഗർ. എന്നിട്ടും ആ വിയോഗത്തിൽ അനേകരുടെ ഹൃദയം വിങ്ങി എന്നതിൽ പ്രത്യേകതയില്ലേ? ആഗോള സമൂഹത്തെ ഏറെ സ്വാധീനിച്ച ജോൺ പോൾ രണ്ടാം പാപ്പയുടെ യാഥാസ്ഥികനായ പിൻഗാമിയെ ലോകം എങ്ങനെ കാണുമെന്ന സന്ദേഹമുണ്ടായിരുന്നു. എങ്കിലും ഒരു ഉൽപ്പതിഷ്ണുവിനെ എന്ന പോലെ സഭാലോകവും ബാഹ്യ സമൂഹവും അദ്ദേഹത്തെ സ്നേഹിച്ചതാണ് ഈ ദിവസങ്ങളിൽ കണ്ടത്. ബെനഡിക്ട് പാപ്പായുടെ സവിശേഷമായ സ്വീകാര്യതയ്ക്ക് രണ്ടു കാര്യങ്ങൾ പറയാൻ സാധാരണക്കാർക്ക് കഴിയും. ഒന്ന്, അദ്ദേഹത്തെ യാഥാസ്ഥികനായി കണ്ടവരെ പോലും ഞെട്ടിച്ച സ്ഥാനത്യാഗം, ബാഹ്യലോകം കണ്ട അമാനുഷികമായ ധീരത, ഉത്തമ ബോധ്യത്തോടും നിശ്ചയത്തോടും പൂർണ്ണ സ്വതന്ത്രമായ മനസ്സോടും കൂടി ബെനഡിക്ട് പാപ്പ എടുത്ത തീരുമാനം ലോകത്തിന് അവിശ്വസനീയമായിരുന്നു. ഭൂഗോളത്തിൽ ലൗകികനല്ലാത്ത മനുഷ്യ വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ പദവി. അതേസമയം അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉത്തരവാദിത്വം വഹിക്കേണ്ടുന്നതും സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്കുമേൽ കനത്ത വെല്ലുവിളി ചെലുത്തുന്നതുമായ ഉദ്യോഗം. ഇങ്ങനെയൊരു പദവിയാണ് ആത്മാവിന്റെ പ്രേരണയാൽ മനഃചാഞ്ചല്യമില്ലാതെ അദ്ദേഹം കൈയൊഴിഞ്ഞത്. 6 നൂറ്റാണ്ടിനിടെ സ്ഥാനത്യാഗം ചെയ്യുന്ന ആദ്യ പാപ്പ എന്നതിനേക്കാൾ 700 വർഷത്തിനിടെ സ്വമേധയെ രാജിവെച്ച ആദ്യ പാപ്പ എന്ന് പറയുന്നതാകും മഹത്തരമായ വിശേഷണം. എന്തെന്നാൽ 6 നൂറ്റാണ്ട് മുമ്പ് ഗ്രിഗരി പാപ്പായുടെ രാജിക്ക് റോം അവിഞ്ഞോൺ തർക്കവും ശീഷ്മയും കാരണമായി ഉണ്ടായിരുന്നല്ലോ. പ്രശസ്തിക്കു വേണ്ടിയുള്ള മോഹത്തിന്റെ പൊരി പോലും തന്നെ തീണ്ടരുതെന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ അൽഫോൻസിയെ പോലെ ബെനഡിക്ട് പിതാവ് വിശുദ്ധ വിരക്തിയുടെ മറ്റൊരു പാഠം ലോകത്തിന് കാട്ടിക്കൊടുത്തു. കേരളത്തിലേതടക്കം സഭാ സമൂഹം അദ്ദേഹത്തെ ഇത്രമാത്രം നെഞ്ചോട് ചേർത്ത് വെച്ചത് സ്ഥാനത്യാഗത്താൽ മാത്രമല്ല, ലോകപ്രീതിക്കായി ദൈവവചനങ്ങളിലും വിശ്വാസ തത്വങ്ങളിലും വെള്ളം ചേർക്കാൻ തയ്യാറാകാത്ത ധീരതയാൽ കൂടിയാണ്. ആധുനിക ലോകം തന്നെ എങ്ങനെ കരുതുമെന്നതിൽ അദ്ദേഹം ആശങ്കാകുലനായില്ല. നിരവധി വിഷയങ്ങളിൽ കത്തോലിക്ക സഭയുടെ പരമ്പരാഗത നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചു. ഗർഭഛിദ്രത്തെ വലിയ തിന്മയായും അതിനനുകൂലിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളെ തെറ്റുകാരായും അദ്ദേഹം കണ്ടു. ദയാവധത്തെ എതിർത്തു. സ്വവർഗ പ്രണയികളുടെ ഭിന്നാഭിമുഖ്യം പാപമല്ലെന്നും അവരോടുള്ള പല സഭാംഗങ്ങളുടെയും പെരുമാറ്റം തിരുത്തേണ്ടതാണെന്നും പറഞ്ഞതിനൊപ്പം തന്നെ സ്വവർഗാഭിമുഖ്യം അധാർമികമായ വലിയ ആന്തരിക തിന്മയിലേക്കുള്ള ക്രമം കെട്ട ചായ്വാണെന്നും മറയില്ലാതെ മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ സ്വവർഗ വിവാഹങ്ങൾ സഭയിൽ നടത്തുന്നതിനെ അദ്ദേഹം എതിർത്തു. ഇസ്ലാമിക നേതാക്കളുമായി സംഭാഷണങ്ങൾ നടത്തണമെന്നും അഭയാർത്ഥികളെ ഉൾക്കൊള്ളണമെന്നും മാത്രമല്ല, ഇറാഖ് ആക്രമണം തെറ്റാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞത് ലോകം മറന്നിരിക്കില്ല. ബെനഡിക്ട് മാർപ്പാപ്പയുടെ പല വാക്കുകളും വിവാദമാക്കപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഭാവിയിലേക്ക് ഏറ്റവും പ്രസക്തമാകുന്ന ഒരു പ്രസ്താവന ബുദ്ധമതത്തെക്കുറിച്ച് ബെനഡിക്ട് പാപ്പയല്ല, കർദിനാൾ റാറ്റ്സിംഗർ 1997 പറഞ്ഞ കാര്യമായിരിക്കാം. പുതിയ നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയ്ക്ക് മാർക്കിസത്തേക്കാൾ വലിയ എതിരാളി ബുദ്ധമതമായിരിക്കാമെന്നാണ് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞത്. കായികമോ രാഷ്ട്രീയമോ ആയ എതിർപ്പിനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. മാർക്കിസം എന്ന രാഷ്ട്രീയ സാമ്പത്തിക ചിന്താഗതിക്കു പകരം ബുദ്ധമതം അനുവർത്തിക്കുന്ന ചിന്താഗതി വിശ്വാസ ലോകത്തെ സ്വാധീനിച്ചേക്കാം എന്ന സാധ്യത. ഇന്ത്യയുടെ ജ്ഞാനമാർഗവും ചൈനയുടെ ബുദ്ധമതാധിഷ്ഠിത പാരമ്പര്യവും ഒന്നിക്കണമെന്നും അത് ലോകത്തിന് ഗുണകരമാകുമെന്നും ദലൈലാമ പറഞ്ഞത് മുൻ കർദിനാളിന്റെ മുന്നറിയിപ്പ് പ്രസക്തമാക്കുന്നില്ലേ? അഹിംസയുടെയും കരുണയുടെയും സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും വിദ്യാഭ്യാസത്തിൽ പെടുത്തണമെന്നും ലാമ പറഞ്ഞതിന്റെ ലക്ഷ്യം ഉന്നതമാണെന്നതിൽ സംശയമില്ല. എന്നാൽ മനുഷ്യനിലെ നന്മയുടെ ഉറവിടം അവനവനിൽ തന്നെയാണെന്നും അതിൻ്റെ അഭ്യാസം ജ്ഞാനത്തിലാണെന്നും പറയുന്നത് കൃപയുടെ പാഠത്തെ അറിയാതെയും അവഗണിച്ചു പോകുന്ന
ചിന്താധാരയാണ്. ആത്മാവിന്റെ മുക്തിക്ക് കൃപ ആവശ്യമാണ് എന്നതിനൊപ്പം മറ്റു യാഥാർത്ഥ്യങ്ങളായ ലോകത്തിന്റെ ആദ്യ കൃപാനഷ്ടം, മനുഷ്യന്റെ അധപതനം, സമഗ്ര വിമോചനത്തിന് കൃപയുടെ ആവശ്യം എന്നിവയെയും അത് നിരാകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കൃപാപ്രവാഹത്തിന്റെ അനിവാര്യമായ പുനഃസ്ഥാപനം സംഭവിച്ചത് യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ബലി വഴി മാത്രമെന്ന പാഠവും നിരാകരിക്കപ്പെടുകയാണ്. ഇക്കാരണത്താലാണ് ലാമയും ബുദ്ധമതധാരയും പറഞ്ഞു തരുന്ന പാഠങ്ങളും ജ്ഞാനമാർഗവും ക്രൈസ്തവർക്ക്, കത്തോലിക്ക സഭയ്ക്ക് മൊത്തത്തിൽ വിരുദ്ധ വിശ്വാസമാകുന്നത്. കൃപയുടെ നിയമങ്ങൾക്ക് വഴങ്ങാത്ത മനസ്സുകൾക്ക് മുൻപറഞ്ഞ മാർഗങ്ങൾ അനുഷ്ഠാനപരവും അഭ്യാസപരവുമായി മതിയെന്നു വരാം. സ്വാതന്ത്ര്യവാദത്തിൽ കുടുങ്ങുന്ന ആധുനിക ലോകത്തിനെ ഈ ധാര വേഗം ആകർഷിച്ചേക്കാം. മുക്തിയുടെ പ്രതീതിയും കൃപാനിയമം നിരാകരിക്കുന്നതിന്റെ സൗകര്യവും വെച്ചു നീട്ടുന്ന മാർഗം പുതുതലമുറകളെ ആകർഷിക്കുന്നത് സ്വാഭാവികം. ബെനഡിക്ട് പാപ്പ ഇല്ലാത്ത ലോകത്ത് ആരും പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ പ്രസക്തമായി തോന്നുന്നത് യാദൃശ്ചികമാകാൻ ഇടയില്ല. അതിലെ പ്രവാചകത്വം കൊണ്ട് തന്നെ ആകണം.